കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിൽ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെയും LAY സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി ഇടിമുറിയിലിട്ട് സംഘടിതമായി ആക്രമിച്ചെന്ന പരാതിയുമായി BJP രംഗത്ത്. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ അനധികൃത ഉദ്യോഗസ്ഥ നിയമനത്തിന്റെ ലിസ്റ്റ് നൽകിയത് അംഗീകരിക്കാൻ തയ്യാറാകാത്തതാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറിയെയും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെയും സംഘം ചേർന്ന് ആക്രമിച്ചതെന്ന് BJP ആരോപിച്ചു. സംഭവത്തിൽ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആ ഹാളിൽ വെച്ചിങ്ങാനിട്ട് വലിയൊരു സംഘടനത്തിൻ്റെ അവസ്ഥയാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ. കൊടുങ്ങല്ലൂർ SI ഉൾപ്പെടെയുള്ള ആളുകൾ, 3 പോലീസുകാർ, അതുമാതിരി തന്നെ ചെയർമാൻ, വൈസ് ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈസാബ്, ജൈത്രൻ ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ പുറത്താണെന്നുണ്ടെങ്കിൽ LDFൻ്റെ 5-8 കൗൺസിലർമാർ പുറത്ത് നിൽക്കുന്നുണ്ട്. ബഹളമാണ്. ആ സമയത്ത് 2 പോലീസുകാർ ഇവിടുത്തെ നമുക്കറിയാം താലൂക്ക് ആശുപത്രിയിലെ സെക്രട്ടറി ആയിട്ടുള്ള ഷെഫീറിനാണ് 2 കൈക്ക് പിടിച്ചിങ്ങാനിട്ട് അവർ പോലീസുകാർ പിടിച്ച് മാറ്റുന്ന ഒരു സാഹചര്യമാണ്. ഒരു ഭാഗത്ത് തല്ലാൻ നിൽക്കുന്ന ഒരു ആളുകൾ, ഒരു ഭാഗത്ത് പിടിച്ചു മാറ്റുന്ന ഒരു സംവിധാനമാണ് അവിടെ കണ്ടത്. എന്താണ് അന്വേഷിച്ചപ്പോൾ പറയുന്നത്, ഇത് പ്രത്യേകം ചെയർപേഴ്സൺ പിടിച്ചിട്ടുള്ള സൂപ്രണ്ടിനെയും ഇവിടുത്തെ സെക്രട്ടറിയും പിടിച്ചിട്ടുള്ള ഒരു മീറ്റിംഗിൽ നടന്ന ഒരു സംഘടനമായിരുന്നു അവിടെ. ആ സംഘടനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരെ വിളിച്ചു വരുത്തി ആ സംഘടന ഒഴിവാക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്.